കൊളംബിയൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ടാണ് നിയുക്ത പ്രസിഡന്റ് അബെലാർഡോ ഡീല എസ്പ്രിയല്ലയുടെ ഭരണനിർവഹണത്തിലേക്കുള്ള ചുവടുവയ്പ്. അറ്റ്ലാന്റിക്കോ പ്രവിശ്യയിലെ പോർട്ടോ കൊളംബിയയിൽ നടന്ന പ്രാർത്ഥനയോടെയാണ് ഡീല എസ്പ്രിയല്ലയും അദ്ദേഹത്തിന്റെ നിയുക്ത മന്ത്രിസഭയും ഭരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച പ്രാർത്ഥനാ സംഗമം 10 മണിക്കൂറിലേറെ നീണ്ടുനിന്നു. കത്തോലിക്ക സഭാ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടന്ന പരിശുദ്ധ കുർബാനയും നിശബ്ദ ധ്യാനവും ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. രാഷ്ട്രീയവും ഭരണപരമായ ചർച്ചകളും മാറ്റിവെച്ച് നൈതികതയും ആത്മീയ മൂല്യങ്ങളും മുൻനിർത്തി രാജ്യം ഭരിക്കുന്നതിനെക്കുറിച്ചുള്ള ആശയവിനിമയങ്ങളാണ് ചടങ്ങിൽ നടന്നത്. പങ്കെടുത്ത ഓരോ നിയുക്ത മന്ത്രിമാർക്കും ഉപദേശകർക്കും പ്രസിഡന്റ് തന്നെ നേരിട്ട് നീലനിറത്തിലുള്ള പ്രത്യേക ബൈബിളുകളും ഡയറികളും സമ്മാനിച്ചു. കൊളംബിയയുടെ ഭൂപടവും ഈശോയുടെ തിരുഹൃദയ രൂപവും പതിച്ച ബൈബിളാണ് പാട്രിയ മിലാഗ്രോ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഭരണസംഘത്തിന് കൈമാറിയത്. പ്രാർത്ഥനയിലും ഗാനങ്ങളിലും മുഴുകി കൈകൂപ്പി നിൽക്കുന്ന നിയുക്ത മന്ത്രിമാരുടെ ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിരുന്നു. ഒരു കാലത്ത് കടുത്ത നിരീശ്വരവാദിയായിരുന്ന ഡീല എസ്പ്രിയല്ലയുടെ ഈ മാറ്റം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. തന്റെ ജീവിതത്തിലുണ്ടായ വിശ്വാസ മാറ്റത്തെക്കുറിച്ച് പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുള്ള അദ്ദേഹം ദൈവത്തെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണരീതിക്കാണ് താൻ നേതൃത്വം നൽകുകയെന്ന് വ്യക്തമാക്കി. വ്യക്തിപരമായ മാറ്റവും സത്യസന്ധമായ പൊതുസേവനവും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നാണ് കൊളംബിയയുടെ പുതിയ ഭരണാധികാരിയുടെ ഉറച്ച വിശ്വാസം. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു ഭരണാധികാരിയുടെ ആത്മീയ ബോധ്യങ്ങൾ ഭരണനിർവഹത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ഓഗസ്റ്റ് 7 പദവിയേൽക്കുന്ന ഡീല എസ്പ്രിയല്ലയുടെ ഈ നീക്കത്തെ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖൈന ന്യൂസ്.